ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സെറ്റങ് മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വന്നത് എങ്ങനെ ഇതേപോലത്തെ ഒരു ടാഞ്ചർ സെൽഫ് ബാലൻസിങ് ടാഞ്ചർ ബോൾ ഉണ്ടാക്കാം. ആ സംഭവം തിരിഞ്ഞായി കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടത് ഒരു മുട്ട, ഇതിൻ്റെ ഇപ്പോൾ ഞാൻ കാണിക്കുന്ന മോൾ ഭാഗമാണ് നമുക്ക് കുത്തേണ്ടത്, പിന്നെ ഒരു കത്തി, പിന്നെ ഒരു പാത്രം. അപ്പോൾ ആദ്യം ഈ കത്തിയുടെ മുനയുള്ള ഭാഗം വെച്ചിട്ട് ആ മുട്ടയുടെ തോടിൻ്റെ തുമ്പത്ത് കൊത്തി ഒരു ചെറിയ ഓട്ട ഉണ്ടാക്കുക. വലിയ ഓട്ടയാവരുത്. വലിയ ഓട്ടയായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ അകത്തുനിന്ന് ബാലൻസ് ചെയ്യാനൊന്നും പറ്റില്ല. ചിലപ്പോൾ അത് മൊത്തത്തിൽ മുട്ടേനെ പൊട്ടിപ്പോവും. അപ്പോൾ നൈസായിട്ട് ആ മുട്ടയുടെ ഓട്ട കറക്റ്റായി തുളച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മുട്ടേൻ്റെ അകത്തുള്ള ആ വെള്ളയും ഉണ്ണിയൊക്കെ പുറത്ത് ആ പ്ലേറ്റിലാക്കിയിട്ട് ആ പ്ലേറ്റ് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഈ മുട്ട നന്നായിട്ടൊന്ന് ഉണക്കണം. ഉണക്കിയതിന് ശേഷമുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം മുട്ട ഉണങ്ങിയതിന് ശേഷം നിങ്ങൾ കുറച്ച് എംസാൻഡോ അല്ലെങ്കിൽ സാധാരണ ഉണക്ക മണൽ, ഇപ്പം മഴ പെയ്ത കാരണമാണ് ഞാൻ മണലെടുക്കാതെ. അപ്പോൾ വീടിൻ്റെ സ്റ്റോർ റൂമിൻ്റെ അകത്ത് എംസാൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് എംസാൻഡ് എടുത്തിട്ട് ആ മുട്ടയുടെ പാതിനേക്കാളും മുകളിൽ നിറയ്ക്കുക. ഇപ്പം ഞാൻ ഇങ്ങനെ എടുത്ത കാരണം പുറത്തേക്കൊക്കെ പോകുന്നുണ്ട്. നിങ്ങൾ ഒരു ഫണൽ വെച്ചിട്ട്, ഫണലല്ല ഫണലോ എന്തോ സംഭവം, അത് വെച്ചിട്ട് നിങ്ങൾ ആക്കുകയാണെങ്കിൽ, ഈ വെള്ളം ഒഴിക്കാൻ ഉപയോഗിക്കില്ലേ, ആ സാധനം വെച്ചിട്ട് നിങ്ങൾ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചാകും. ഇപ്പോൾ എൻ്റെ മുട്ട ബാലൻസ് ഉള്ള കണ്ടേ. അപ്പോൾ നിങ്ങൾ ഇതും ക്ലിയറായി ബാലൻസ് ചെയ്യാം. അപ്പോൾ ബാലൻസ് ചെയ്യാൻ എത്ര മണൽ വേണോ അത്ര ഉപയോഗിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ടാഞ്ചർ ഡോള് അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റായി ബാലൻസായി നിൽക്കില്ല. അപ്പോൾ ഞാൻ മൊത്തം ഇട്ടിട്ടും അതിൻ്റെ പാതിനേക്കാളും കൂടുതലായിട്ടില്ല. അപ്പോൾ അത് കാരണം ഞാൻ ഇനിയും ഒരു പ്രാവശ്യം കൂടി പോയി എടുക്കേണ്ടി വരും. ഞാനിപ്പോൾ കുറച്ചും കൂടെ മണലെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ടാഞ്ചർ ഡോളിൻ്റെ ആ എഗ്ഗ് ബാലൻസ് ചെയ്യണം. അപ്പോൾ അതിന് എത്ര മണൽ ആവശ്യമുണ്ടോ ക്ലിയറായിട്ട് ബാലൻസ് ചെയ്യാം. അപ്പോൾ ബാലൻസ് ചെയ്തിട്ട് ഞാൻ അടുത്ത വീഡിയോ ഇടാം. What is going on here? Velma, you feeling better? I was, until you turned my classroom into a rumpus room. You should be ashamed of yourself. Excuse me, Teacher Ben. I need to improve the arc of my plane's flight path. What can I do? It looks like you're forgetting one of the four major forces that act on a plane. Remember? Can't be. After all these years. Oh! I'll grease my wings to get more lift. ഫൈനലി നമ്മുടെ ടാഞ്ചർ ബോൾ ഇപ്പോൾ ബാലൻസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ മുട്ടേൻ്റെ അകത്ത് മണലുണ്ട്. ഇപ്പോൾ ഈ മണൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോൾ പല പല സൈഡിലേക്കാവും. അപ്പോൾ നമ്മുടെ ബാലൻസ് ആവില്ല, എഗ് ബാലൻസ് ആവില്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് മെഴുക് ഉരുക്കി ഒഴിച്ച് കഴിഞ്ഞാൽ ആ മണൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല. ഇപ്പം ഞാൻ മെഴുക് ഉരുക്കി ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് ഉണങ്ങാൻ കുറച്ച് നേരത്തേക്ക് വെക്കണം. ഇപ്പോൾ നമ്മുടെ ടാഞ്ചർ ഡോളിൽ മെഴുക് ഉരുക്കി ഒഴിച്ചൊക്കെ ക്ലിയറായി ഉണങ്ങിയിട്ടുണ്ട്. അത് കാരണം ഇപ്പോൾ ഇത് കണ്ടോ, കറക്റ്റ് എങ്ങനെ ഏത് പൊസിഷനിൽ വെച്ചാലും പഴയ പൊസിഷനിൽ എണീറ്റ് തന്നെ നിൽക്കും. അത്
അപ്പോൾ ഇനി ഡെക്കറേഷൻ പണികളാണുള്ളത്. അപ്പോൾ നമുക്കിനി ഡെക്കറേഷൻ പണി ചെയ്യാം. അപ്പോൾ നമുക്ക് ഡെക്കറേഷന് വേണ്ടത് ഒരു സ്ക്വയർ പേപ്പറും പിന്നെ ഫ്ലെക്സി ക്യൂക്കാണ്. ഞാൻ ഫ്ലെക്സി ക്യൂക്ക് എടുക്കണത് എന്താ വെച്ചാൽ ഇത് ബാലൻസ് ആകുമ്പോൾ ഈ പേപ്പർ തട്ടും, അപ്പോൾ തെറിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ബലമുള്ള പശ എടുക്കുന്നത്. എന്നിട്ട് ഇതൊരു കോൺ രീതിയിലാക്കിയിട്ട് നമുക്ക് ഫ്ലെക്സി ക്യൂക്ക് വെച്ചിട്ട് തന്നെ ഒട്ടിക്കണം. അപ്പോൾ ഇതിന് കട്ടി കിട്ടും. പിന്നെ നിങ്ങൾ ഫ്ലെക്സി ക്യൂക്ക് വെച്ച് ഒട്ടിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് പേപ്പർ കൂടെ പാസ് ചെയ്യും. പിന്നെ ഇത് ഉണങ്ങുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും. അത് കാരണം കൈ വയ്ക്കരുത്. ഇപ്പം എൻ്റെ കൈ പൊള്ളിയുണ്ട്, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകാതാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഫ്ലെക്സി ക്യൂക്ക് കയ്യിലാക്കിക്കൊണ്ട് ഒട്ടിക്കാൻ ശ്രമിക്കരുത്, നന്നായി ചൂടാവും അത്. ഓക്കെ, അപ്പോൾ ഇത് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ടാൻജോർ ഡോളിനുള്ള എഗ്ഗ് എടുക്കണം. എന്നിട്ട് ഇത് കുറച്ച് നേരം ഉണങ്ങാൻ. അത് കഴിഞ്ഞിട്ട് എഗ്ഗ് എടുത്ത് ഈ ക്യാപ്പിൻ്റെ മുകളിൽ വയ്ക്കുക. എഗ്ഗിൻ്റെ മുകളിൽ ഈ ക്യാപ്പ് വയ്ക്കുക. ക്യാപ്പ് വെച്ചതിന് ശേഷം ആ അളവനുസരിച്ച് നിങ്ങൾ കട്ട് ചെയ്യുക. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത ക്യാപ്പില്ലേ, ആ ക്യാപ്പ് നമ്മൾ ആദ്യം തുളച്ച ഓട്ടയിൽ കവർ ചെയ്യാനായി വെക്കുക. അപ്പോൾ വൃത്തികേടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിന് ശേഷം നമുക്കിത് ഫ്ലെക്സി ക്യൂക്ക് വെച്ച് ഒട്ടിക്കണം. ആ ക്യാപ്പിൻ്റെ സൈഡിൽ കറക്റ്റായി ഫ്ലെക്സി ക്യൂക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് ക്ലിയറായി ഒട്ടി നിൽക്കും. പിന്നെ നിങ്ങൾ കൈയൊന്നും അവിടെ വെക്കരുത്, ചിലപ്പോൾ ഫ്ലെക്സി ക്യൂക്ക് ഒഴുകി മുട്ടേൻ്റെ ഏറ്റവും അടിയിൽ വരും. പിന്നെ നിങ്ങളുടെ കൈയൊക്കെ പൊള്ളും. അപ്പോൾ ക്ലിയറായി ഇത് ചെയ്യാം. ഇപ്പം നമ്മുടെ ക്യാപ്പ് ക്ലിയറായി ഒട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. ഇപ്പോൾ ക്യാപ്പ് എൻ്റെ ഡോൾ എൻ്റെ കൈ വെച്ചപ്പോൾ അതിൻ്റെ ബാലൻസ് പോയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴും ഇതേപോലെ ആയിരിക്കണം. Hold me close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും വേണ്ട വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരെ സ്റ്റേ ട്യൂൺ വിത്ത് മീ.